പോട്ടെ, അതേതായാലും ഇല്ല അവർക്ക്. നാട്ടുമര്യാദ അനുസരിച്ച് അതിൻ്റെ ഒരു കോപ്പി എനിക്ക് തരണ്ടേ? ഇവിടെ ഇപ്പോൾ ഒരു താഴെ കടയിലുള്ളൊരു കോടതിയാണെങ്കിൽ പോലും എന്തു ചെയ്യും? കുറ്റപത്രം പ്രതിയെ വായിച്ച് കേൾപ്പിച്ചിട്ട് ചോദിക്കും, പ്രതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അല്ലേ? അതുപോലെ എനിക്ക് കുറ്റപത്രം പോലും തന്നിട്ടില്ല. എൻ്റെ പേരിലുള്ള കുറ്റപത്രം അബ്ദുറഹ്മാൻ സലഫി എഴുതി തയ്യാറാക്കിയത് അത് DTP എടുത്തിട്ട് ഇങ്ങനെ ജില്ലകൾക്ക് കൊടുത്തിട്ട് അത് വിശദീകരിച്ച് നടക്കുകയാണ്. ഭൗതിക കോടതികളിൽ പോലുമുള്ള നീതി പോലും എനിക്ക് ലഭിച്ചില്ല. 3 തവണ ഇവരടുത്ത് വിശദീകരണം നൽകാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ട്. എന്നാ അപ്പം എനിക്കൊന്ന് വായിച്ചു കേൾപ്പിച്ചോ? ഇല്ല. ഏകപക്ഷീയമായി ഞാൻ ചെയ്യാത്ത, അറിയാത്ത, പറയാത്ത കുറ്റങ്ങൾ എൻ്റെ മേൽ ക്രൂരമായി അടിച്ചേൽപ്പിച്ചുകൊണ്ട് അയാൾ ഉണ്ടാക്കിയ ഒരു കുറ്റപത്രമാണിത്. വല്ലദീന യുഊദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി ബിഗൈരി മക്തസബു. സത്യവിശ്വാസികളായ പുരുഷന്മാരും സ്ത്രീകളും അവർ ചെയ്യാത്തതിന്റെ പേരിൽ അവരെ ദ്രോഹിക്കുന്നവർ ഫഖദ് ഇഹ്തമലൂ ബുഹ്താനം വ ഇത്മം മുബീനാ. അവർ വലിയ വ്യക്തമായ കുറ്റവും അപരാധവുമാണ് പേറിയിരിക്കുന്നതെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് അഹ്സാബിൽ പറഞ്ഞിരിക്കുന്നു. സുഹൃത്തുക്കളെ, എന്താണ് ആ 23 നമ്പർ ഇട്ടത്? ചില ആളുകൾ പറയുന്നത് സക്കരിയ സലാഹ് 23 കുറ്റം ചെയ്തു എന്നാണ്. വേറെ ചില ആളുകൾ പറഞ്ഞത് 23 അവസരം കൊടുത്തു തിരുത്താൻ, എന്നിട്ടും പോയില്ല എന്നാണ്. വേറെ ചില ആളുകൾ പറഞ്ഞത് 23 തവണ അദ്ദേഹത്തെ താക്കീത് ചെയ്തു, എന്നിട്ടും കോതറിച്ചാടി. ഈ 23 കൊണ്ടുള്ള കളിയാണ്. അതേ സമയത്ത് സുഹൃത്തുക്കളെ, ഞാൻ എഴുതി കൊടുത്ത എൻ്റെ 2 കത്തുകൾ, ഒരു 5 രൂപയുടെ പുസ്തകം നിങ്ങൾക്ക് ഇവിടെ വാങ്ങാൻ കിട്ടും. ആ പുസ്തകത്തിൽ ഞാൻ കൊടുത്തിട്ടുള്ള 2 കത്തുകൾ, KNM കൊടുത്തിട്ടുള്ള 2 കത്തുകൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. 30ലധികം കാര്യങ്ങൾ എനിക്ക് ആ 30 മറച്ചു വെക്കാനാണ് ഈ 23 ഇങ്ങനെ പൊലിപ്പിച്ച് പറയുന്നത്. അതേസമയം എൻ്റെ കൂടെ തന്നെ ഒരു കൊല്ലത്തേക്ക് പുറത്താക്കി അബ്ദുറഹ്മാൻ ഇരുവേറ്റി, അയാളെ കുറ്റപത്രങ്ങൾ കേട്ടോ എവിടെയെങ്കിലും? അയാളെ മനസ്സെന്ന് വരെ ഒഴിവാക്കിയിട്ടില്ല. അയാൾ ഇപ്പോഴും പാവങ്ങാട് പള്ളിയിൽ സുഖമായി കുത്തു പറഞ്ഞുകൊണ്ടിരിക്കുക. ഹദീസിനെ പരിഹസിച്ച KC നിഅമത്തുല്ലാഹി ഫാറൂഖി ആസ്ഥാന ദായിയായി ഇവിടെ നടക്കുകയാണ്. അയാൾക്ക് കുറ്റപത്രമല്ല, ശാസനയില്ല, ഒന്നുമില്ല. കാരണം അത് ഞമ്മൻ്റെ ആളാണ്, അബ്ദുറഹ്മാൻ സലഫിൻ്റെ ആളാണ്. പൂനൂരിൽ ചോദിച്ചു, KC നിഅമത്തുല്ലാഹി ഫാറൂഖി ഇങ്ങനെ പരസ്യമായിട്ട് ഹദീസിനെ കുറ്റം പറഞ്ഞ് സംസാരിച്ചല്ലോ, നിങ്ങൾ എന്ത് നടപടി എടുത്തു എന്ന് ചോദിച്ചു. അയാളെന്നെ നിസാരവൽക്കരിക്കുക ചെയ്തു അബ്ദുറഹ്മാൻ സലഫി. അയാൾ അങ്ങനെ സുന്നത്തിനെ പരിഹസിച്ച് അയാൾ താടിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, ആണ് നിസ്സാരാക്കി. താടി വെച്ചതുകൊണ്ടായോ താടിയെ പരിഹസിച്ചാൽ? അബ്ദുറഹ്മാൻ പറ്റി താടി വെച്ചിട്ടുണ്ട്, എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഉമിക്കരി പോലത്തെ താടി വെച്ചെന്ന് വെച്ച്? അത് താടിക്കാരെ പരിഹസിക്കാനാണെന്നാണ് മനസ്സിലായില്ല. അതിനും വേണ്ടി ചില താടി വെക്കുന്നുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, എന്ത് നടപടിയാ സ്വീകരിച്ചെന്ന് ചോദിച്ചപ്പോ മറുപടിയില്ല. ഇനി നിങ്ങൾ കേട്ടോ, എൻ്റെ പേരിൽ പറഞ്ഞത് എന്തൊക്കെയാണ്? ഇപ്പോ KNM പ്രബന്ധം ക്ഷണിച്ചു, അതാണ് ഒരു നമ്പർ, അതിൻ്റെ കുറ്റ. പ്രബന്ധം ജൂറി പരിശോധിച്ചു, അതിൻ്റെ കുറ്റ, ഒരു നമ്പറാണ് ഇപ്പത്. പിന്നെ പൊതു ചർച്ചയ്ക്ക് വിഷയമാക്കരുതെന്ന് പറഞ്ഞു, അതിനോട് മാത്രം പറഞ്ഞതാ. എല്ലാ യൂണിറ്റുക്കും സർക്കുലർ അയച്ചൊരു കാര്യമല്ലേ, പിന്നെ എൻ്റെ കുറ്റപത്രത്തിൽ എന്താ അത് വരുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ ഇത് എനിക്ക് മാത്രം ബാധകമായ ഒരു സംഗതിയല്ല. അബ്ദുറഹ്മാൻ ഇരുവേറ്റി ഇപ്പോഴും കൂടി മാധ്യമത്തിൽ 4 കോളം അദ്ദേഹത്തെ പ്രശ്നങ്ങൾ പ്രതികരണങ്ങളിൽ എഴുതി. മാധ്യമം വളരെ വെണ്ടക്ക നിരത്തി കൊടുത്തിരുന്നു. എന്താ പറഞ്ഞത്? ജിന്ന് സിഗർ വിഷയത്തിൽ ചില കുട്ടി മൗലവിമാരുടെ വാദങ്ങൾക്ക് കേരള ജംഇയ്യത്തുമ വഴങ്ങിക്കൊടുത്തുവെന്ന് KJUവിനെ കണക്കിന് പരിഹസിച്ചെഴുതി. എന്നിട്ട് അയാൾക്ക് വല്ലതുണ്ടോ? അയാൾക്ക് സസ്പെൻഷൻ നീട്ടിയോ? ഒന്നുമില്ല. അയാൾ പേരിനൊരു കൊല്ലത്തേക്ക് മാറ്റി നിർത്തി നാട്ടിലിങ്ങനെ പറയുന്നുണ്ട്. അയാൾ സുഖമായിട്ട് അവിടെ ഖുതുബയും പറയുന്നുണ്ട്, അയാൾക്കൊരു പ്രശ്നമല്ല. ആ രീതിയിലാണ് സംഗതികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നോട് മാത്രമല്ല, എല്ലാവരോടും പറഞ്ഞ സംഗതിയാണെന്ത്? ഈ പ്രത്യേക സമയത്ത് കുറച്ച് കാലം ഇവരുതേറ്റ് മടവൂരുകൾ ഇറങ്ങിയ സമയത്ത് നമ്മൾ ആരും പ്രസംഗത്തിലൂടെ മറുപടി പറയണ്ടെന്ന് ഞാനതനുസരിച്ചു, പറഞ്ഞില്ല, അന്ന് പ്രസംഗിച്ചില്ല, ആ വിഷയം പ്രസംഗിച്ചില്ല. പക്ഷെ ആ സമയത്താണ് അബ്ദുറഹ്മാൻ സലഫി ജിദ്ദയിൽ പോയി പ്രത്യേകം ആളുകളെ വിളിച്ചുകൂട്ടി കാസറ്റ് ഇറക്കി മടവൂരികളത് ആഘോഷപൂർവ്വം കൊണ്ടു നടക്കുന്നു. റിയാദിൽ പോയി, അവിടെ പിന്നെ റെക്കോർഡ് ചെയ്യിച്ചു, പക്ഷെ പുറത്തു വിട്ടില്ല. റിയാദിൽ പോയി ആളുകളെ വിളിച്ചുകൂട്ടി. ജിന്നു പറഞ്ഞു, പക്ഷെ അയാൾക്ക് ഷോക്കോസ് നോട്ടീസ് ഉണ്ടോ, കുറ്റപത്രം ഉണ്ടോ? ഒന്നുമില്ലല്ലോ. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ ഉപദേശം നൽകി ഞങ്ങളൊക്കെ വിളിച്ചിട്ട് എന്ന് പറയുന്നുണ്ട്. അതിൽ ഞാൻ മാത്രമല്ല, അപ്പം ഞങ്ങൾ ചോദിച്ചെന്താ ഞങ്ങളെ മാത്രം ഇതിനൊക്കെ നിഷേധിക്കുന്ന KV അബ്ദുൽ ലത്തീഫ് മൗലവി, അന്ന് ജമീല ടീച്ചറുണ്ട്, അവരൊക്കെ ഞങ്ങൾ വിളിക്കുന്നുണ്ട്, അവരെയും വിളിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആ പറഞ്ഞത് കളവായിരുന്നോ? എൻ്റെ കുറ്റപത്രത്തിൽ എൻ്റെ പേരും ബാലുശ്ശേരിയുടെ പേരും അബ്ദുറഹ്മാൻ പേരും മാത്രമേ ഉള്ളൂ. അതുപോലെ മുജാഹിദ് സെന്ററിൽ വിളിച്ച് ശാസിച്ചു എന്നാ. എന്തിനാ ശാസിച്ചത് ഇന്നും അറിയില്ല. നിങ്ങളെ ശാസിക്കുകയാണ് എന്നാണ്. ഞങ്ങൾ സംസാരിക്കുന്ന പാടില്ല, വർത്താനം പറയുന്ന പാടില്ല, നിങ്ങളെ ശാസിക്കുകയാണ്. പിന്നെ വിചിന്തനത്തിൽ ജിന്ന് സിഗർ വിഷയങ്ങൾ പൊതു ചർച്ചയാക്കിയിരുന്ന ആളുകളെ വിളിച്ചു വരുത്തി ശാസിക്കുകയും മേലിൽ അവർ ആവർത്തിക്കുകയില്ലെന്ന് ഉറപ്പ് വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് മിണ്ടാൻ തന്നെ അവസരം ഉണ്ടായിരുന്നില്ല. എന്നിട്ടാണ് ഞങ്ങൾ ഉറപ്പ് കൊടുത്തു എന്നവിടെ വിചിന്തനത്തിൽ അച്ചടിച്ചു വന്നത്. ഇതൊക്കെ ഒരു മതസംഘടനയ്ക്ക് ചേർന്നതാണോ?
അതാണ് എൻ്റെ കുറ്റപത്രത്തിൽ ഒന്ന്. പിന്നെ നാലാമത്തത് എന്താ അറിയോ? ഇസ്ലാഹ് മാസികയിൽ അബ്ദുൽ ജബ്ബാർ മൗലവി ഒരു ലേഖനം എഴുതി. അതിൻ്റെ കുറ്റാക്ക എനിക്ക്, ഞാൻ അറിയുന്നല്ല മൂപ്പരത്. ഞാൻ ഇസ്ലാഹിൻ്റെ എഡിറ്ററല്ല, മാനേജറല്ല, സബ് എഡിറ്ററല്ല, ഒന്നുമല്ല. ഞാനതിൽ പത്രാധിപതിയിലോ അംഗം മാത്രം. എന്നാൽ എല്ലാവർക്കും കൊടുക്കേണ്ട കുറ്റപത്രം? ഹുസൈൻ സലഫി ഇപ്പോൾ എൻ്റെ പത്രാധിപ സമിതിയിലുള്ള ആളാണ്. മൂപ്പര് കൊടുത്തോ കുറ്റപത്രം? കൊടുത്തില്ലല്ലോ. അപ്പം ഇത് വളരെ ഏകപക്ഷീയമായിട്ട് ഇഷ്ടമല്ലാത്ത പട്ടിക്ക് തൊട്ടതൊക്കെ കുറ്റം എന്ന് പറഞ്ഞ മാതിരി എൻ്റെ പേരിൽ വെറുതെ കുറ്റം എഴുതി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഷിർക്കൻ വാദം എഴുതി പ്രചരിപ്പിച്ചു. 2007 ഏപ്രിലിൽ അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയത് ഷിർക്കല്ല എന്ന് 2012 വരെയും പറഞ്ഞു നടന്ന ആളുകളാണ് എൻ്റെ പേരിൽ ആശയം പറയുന്നത്. അവരെ പോലെ ഞാനും പറഞ്ഞു അതിൽ ഷിർക്കില്ല, അതിൽ ഷിർക്ക് എവിടെയെന്ന് നമ്മൾ ചോദിച്ചു. ഇത് മാത്രമാണ് യഥാർത്ഥത്തിൽ ആ സംഗതിയിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ സുഹൃത്തുക്കളെ, നിങ്ങൾ നോക്കൂ, അബ്ദുൽ ഖാദർ കരുവമ്പൊയിൽ അബ്ദുൽ ജബ്ബാറുടെ ലേഖനത്തെ വിമർശിച്ചുകൊണ്ട് 2010 ഒരു ലേഖനം എഴുതി. അതാണ് 23-ൽ ഒരു നമ്പർ. അത് ഞാനേറ്റ് എന്താ ബന്ധം? അബ്ദുൽ ഖാദർ കരുവമ്പൊയിൽ ലേഖനം എഴുതി അവൻ്റെ കുറ്റപത്രത്തിൽ. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു കുറ്റപത്രം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോലം എങ്ങനെയാണോ? ഇത് മാത്രമാണോ? അബ്ദുൽ ജബ്ബാർ മൗലവി ഈ കാലഘട്ടങ്ങളിലൊക്കെ സംവാദങ്ങൾ കൊണ്ടു നടന്നാരാ? ഞാനാ? ഈ മൂവാറ്റുപുഴ മാത്രമല്ല അദ്ദേഹത്തെ കൊണ്ടു നടക്കാത്തുള്ളൂ. അദ്ദേഹം വലിയ മുശ്രിക്കിന്റെ വാദമുള്ള ആളാണെങ്കിൽ അദ്ദേഹത്തെ കൊണ്ടു നടക്കോ? ഈ മൂവാറ്റുപുഴയിൽ വെച്ച് അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയത് ശിർക്ക് തന്നെ എന്ന് തൗഹീദ് 2012 പരീക്ഷിച്ചുകൊണ്ട് അനീഫ പറഞ്ഞപ്പോൾ അഹ്സനി ചോദിച്ചു, ഈ മുശ്രിക്കിനെയും കൂട്ടിയാ കഴിഞ്ഞ സംവാദത്തിൽ നിങ്ങൾ ആലുവയിൽ വന്നത്? നാണമില്ല നിങ്ങൾക്കെന്ന് ചോദിച്ചു. അത് ചോദിപ്പിച്ചില്ലേ? അത് ചോദിപ്പിച്ചതല്ലേ സുഹൃത്തുക്കളെ? അത് അന്നും ജാമിയ സലഫിലെ ദഅവാ വിഭാഗത്തെ അധ്യാപകനാണ് അദ്ദേഹം. ഫത്വ ബോർഡ് മെമ്പറായിരുന്നു അന്നും. ഈ അടുത്താണ് അദ്ദേഹത്തെ അതിന്നൊക്കെ മാറ്റിയത്. പിന്നെ അതിന് ആ ലേഖനത്തെക്കുറിച്ചുള്ളൊരു തിരുത്ത് 5-8 മാസം കൊടുക്കാതെ നീട്ടിക്കൊണ്ടുപോയി ജനുവരി 8 പ്രസിദ്ധീകരിച്ചെന്ന. വാസ്തവത്തിൽ അതും എൻ്റെ കുറ്റമല്ല. കൊടുത്ത ആളുകൾ കൊടുക്കാൻ വൈകി. ഡിസംബർ ലക്കം ഇറങ്ങിയ ശേഷം കൊടുത്തു. അപ്പൊ ജനുവരി ലക്കത്തിൽ വന്നു. നിങ്ങൾ ഇന്നും അബ്ദുൽ ഖാദർ കരുവമ്പൊയിലിനെ വിളിച്ചു, അദ്ദേഹമാണ് അന്നും ഇന്നും അതിൻ്റെ എഡിറ്റർ. എന്തുകൊണ്ടാണ് വൈകിയത്? അപ്പൊ കൽപ്പിച്ചു കൂട്ടി നമ്മൾ വൈകിച്ചു എന്നാ. മാത്രമല്ല അത് തിരുത്താണെന്ന് അബ്ദുറഹ്മാൻ സലഫി പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഇപ്പൊ കൂടെ നടക്കുന്ന മൂവർ സംഘത്തിലുള്ള അനസ് മുസ്ലിയാർ എന്താ പറഞ്ഞത്? അത് തിരുത്തല്ല, സ്വാഭാവികമായ വൈകലാണ്. ലേഖനം വരികയും അത് ജനങ്ങൾക്കിടയിൽ ചർച്ചയാവുകയും ചില ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും പിന്നെ അതിനെക്കുറിച്ച് വിശദീകരണം ചോദിക്കുകയും അങ്ങനെയൊക്കെ സമയം വേണ്ടേ? അപ്പൊ 5 മാസമൊക്കെ ആവുമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, ഈ രൂപത്തിലാണ് ആ പറഞ്ഞ കുറ്റപത്രത്തിന്റെ അവസ്ഥ. അമാനി മൗലവിയുടെ ബുക്ക് ഇറക്കാൻ വേണ്ടി KJU KNM പറഞ്ഞു, കുറ്റപത്രത്തിൽ ഒരു നമ്പർ അതാ. ഞാനെന്താ ഉത്തരവാദി? പ്രബന്ധങ്ങൾ ചർച്ച ചെയ്ത് KNM സർക്കുലർ ഇറക്കി. അതാണ് 23-ൽ 1. അതെന്താ എൻ്റെ കുറ്റ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇതാണ് ഈ രൂപത്തിലുള്ള കാര്യങ്ങളാണ് അതിൽ എഴുതിയിട്ടുള്ളത്. വാസ്തവത്തിൽ കുറ്റപത്രം പരിശോധിച്ചാൽ തന്നെ 6 കൊല്ലമായി ഞാൻ ജിന്നുകളോട് സഹായം തേടാമെന്ന് അഭിപ്രായമുള്ള ആളാണ്. 6 കൊല്ലം ഈ ശിർക്ക് നാളെ പിന്തിരിപ്പിക്കാൻ തിരിച്ചു അവിടെ പറഞ്ഞത്. പക്ഷെ കുറ്റപത്രത്തിലുള്ള 2011 മുതൽക്കാണ് ജിന്നിനോട് സഹായം തേടുന്ന വിഷയം വരുന്നത്. കാരണം എന്താ? അപ്പോഴാ KNM പുതിയ ഇലക്ഷൻ വന്നത്. KNM ഇലക്ഷനിൽ ഈ സംഘടന പിടിച്ചെടുക്കാൻ വേണ്ടി അബ്ദുറഹ്മാൻ സലഫി ഇറക്കിയ നമ്പറാണിത്. കാരണം എന്താ? സംഘടന ശിർക്കിലേക്ക് പോവാണ്. മഹത്തായ തൗഹീദി സംഘടനയിൽ ശിർക്ക് കലർന്നിരിക്കുന്നു, എൻ്റെ കൂടെ നിന്നോളി, നമ്മളെ കോക്കസിൻ്റെ ഒപ്പം നിന്നോളി, അല്ലെങ്കിൽ ശിർക്കിലേക്ക് പോകും. തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താവും? സാധാരണക്കാരൊക്കെ ഞെട്ടും, ശിർക്കിലേക്ക് പോവുകേ എന്നാണ്. നിങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ പലരും പുറത്തു പോയിട്ടുണ്ട്. ചേകനൂര് പുറത്തുപോയി, CM മൗലി പുറത്തുപോയി, ഹുസൈൻ മടവൂർ കൂട്ടം പുറത്തുപോയി. അവരൊക്കെ ഈ പ്രസ്ഥാനത്തിന്റെ ആദർശവുമായി യോജിക്കാത്തത് കൊണ്ട് അവർക്ക് പോകേണ്ടി വന്നതാണ്. ഞാൻ അങ്ങനെ പുറത്തുപോയ ഒരാളല്ല, എന്നെ പുറത്താക്കിയതാണ് നിഷ്കരുണം. ഇപ്പോഴും എന്താ എൻ്റെ കുറ്റം എന്ന് പറഞ്ഞിട്ടില്ല. അതാ രസം. പുകമറകൾ മാത്രമാണ്. ആദർശവിരുദ്ധവും സംഘടനാവിരുദ്ധവുമായ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തു എന്നിങ്ങനെ മൊത്തത്തിൽ കാടടച്ച് വെടിയേക്കുക. ഏതാദർശത്തിന് വിരുദ്ധമായി എന്തു പറഞ്ഞു? ഇപ്പൊ പുളിക്കൽ പ്രസംഗിച്ചു എന്നാണ്. പുളിക്കൽ ലൈറ്റ് എക്സിബിഷന്റെ പരിപാടി 42 മിനിറ്റ് പ്രസംഗിച്ചാൽ 10 മിനിറ്റ് റുഖിയ ശർഈയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു എന്നാ. PN എന്നോട് പറഞ്ഞിരുന്നു, വിവാദങ്ങൾ പറയരുത്. ലോക സലഫികൾക്കിടെ ഒരു വിവാദമില്ലാത്ത ഞാൻ പറഞ്ഞത്. പക്ഷെ ജമിയത്തുൽ ഉലമയുടെ പേരിൽ ഇല്ലാത്തത് പറഞ്ഞുകൊണ്ട് അവിടെ നോട്ടീസ് ഇറങ്ങുകയും ഇവിടുത്തെ ഒരു അധ്യാപകൻ മൊയ്തീൻ കോയ മദീനിയാണ് അവിടുത്തെ ഖത്തീബ് പുളിക്കല്, അയാൾ റുഖിയ ശർഈയെ സംബന്ധിച്ച് തെറ്റിദ്ധാരണകൾ പരത്തുകയും ചെയ്തപ്പോൾ അത് തിരുത്താൻ വേണ്ടി 10 മിനിറ്റ് ഞാൻ സംസാരിച്ചു. അപ്പൊ എനിക്ക് ഷോക്കോസ് നോട്ടീസ്. അതേ വേദിയിൽ വെച്ച് എനിക്ക് മറുപടി പറയാൻ ശ്രമിച്ചു അബ്ദുറഹ്മാൻ സലഫി. അദ്ദേഹത്തിന് ഷോക്കോസ് നോട്ടീസ് ഇല്ല. അന്ന് രാവിലെ മൂപ്പര് ദായിമാരെ മീറ്റിംഗ് വിളിച്ച് പറഞ്ഞതാണ്, ഒരേ വേദിയിൽ പരസ്പരം മറുപടി പറയാൻ പാടില്ല. അന്ന് രാവിലെ. എന്നിട്ട് വൈകുന്നേരം വന്നിട്ട് മൂപ്പര് എനിക്ക് മറുപടി പറയാൻ ശ്രമിച്ചു.
എന്നിട്ടോ അയാൾക്ക് ഷോക്കോസ് നോട്ടീസ് ഇല്ല. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പൊ സുഹൃത്തുക്കളെ, ഈ രൂപത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ വളരെയേറെ നമുക്ക് വിഷമം തോന്നിപ്പോകും. ഇപ്പൊ ഈ ഇസ്ലാഹില് ഈ കുറിപ്പ് പ്രസിദ്ധീകരിക്കാൻ വൈകിയതിനെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞത്? ഒരു വലിയ പ്രബോധകൻ പറഞ്ഞു, ഇനിയും നിങ്ങൾ കുറിപ്പ് ഇസ്ലാഹിൽ കൊടുക്കുന്നില്ലെങ്കിൽ ഞാൻ ഇസ്ലാഹിനെതിരിൽ പ്രസംഗിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. അപ്പോഴാണ് കൊടുത്തത്. പൂനൂരിൽ വെച്ച് ഫൈസൽ നന്ദി ചോദിച്ചു, ഏതാണ് ആ പ്രബോധകൻ, അയാളെ പേര് പറയണം. അപ്പൊ ഇയാൾ അവിടെ ഏത് പറഞ്ഞു? അപ്പൊ മിണ്ടുന്നില്ല. ആ പ്രബോധകൻ ഹുസൈൻ സലഫിയാണെന്ന് ഇസ്ലാഹിന്റെ എഡിറ്റർ കരുവമ്പൊയിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ വിളിച്ചു നോക്കിയെന്നുള്ളു. ബഹളമായി. അപ്പൊ ഈ കളവ് ഇയാൾ ഇങ്ങനെ പറഞ്ഞു നടക്കുകയാണ്. ഞാൻ ഹുസൈൻ സലഫിയോട് നേരിട്ട് ചോദിച്ചു, നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ കാദറാജിയും കൂട്ടരും പറഞ്ഞു പരത്തിയൊരു സംഗതിയാണത്. അതിനെക്കുറിച്ച് ആ ഫൈസൽ നന്ദി ചോദ്യം ചെയ്തത്. അവസാനം ബഹളമായി. എത്രത്തോളം എന്ന് വെച്ചാല് ഫൈസലിനെ പിടിച്ച് നാണി ഹാജി മാറത്ത് പിടിച്ച് തള്ളി, അയാൾ വീണു. ബഹളമായി. ഇരിക്കടാവിടെ, നീ എന്തിനാടാ വന്നതെന്നൊക്കെ ചോദിച്ചു. ക്ലിപ്പ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ ആഴ്ച അബ്ദുറഹ്മാൻ സലഫി ചെയ്താ നോക്കണം നിങ്ങള്. അവർക്കും കൊണ്ട് ജാമ്യയിലെ കുട്ടികളെ. എന്നിട്ടിപ്പോ അത് വിവാദമായപ്പോ എന്താണെന്നോ, നാണിയാജിക്ക് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞു കൊടുത്താണ്, കാലുമ്മ ചവിട്ടി അപ്പൊ തള്ളിയാന്ന് പറഞ്ഞാൽ മതി. ആളുകൾക്ക് തിരിയാതൊക്കെ കാലുമ്മ ചവിട്ടിയ നെഞ്ചത്ത് പിടിച്ച് തള്ളിയാണ്. ഈ രൂപത്തിലാ സുഹൃത്തുക്കളെ. അപ്പൊ ഈ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളാ ഞാൻ ഇറക്കിയ 5 ഉറുപ്പ്യന പുസ്തകം ഒന്ന് വായിക്കും. അതിൽ എനിക്ക് പറയാനുള്ള 30ഓളം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ അബ്ദുറഹ്മാൻ സലഫിയെ ബുക്ക് ഉയർത്തിപ്പിടിച്ചിട്ട് ജിന്നിനോട് സഹായം ചോദിക്കൽ ശിർക്കല്ല എന്നതിന് ഈ ബുക്ക് തെളിവാണ്. 1 അല്ല 2 അല്ല 3 അല്ല 4 ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഒന്നുപോലും വായിക്കാൻ ചെയ്യാൻ ധൈര്യമില്ല. ധൈര്യമുണ്ടെങ്കിൽ വായിക്കി, ഞാൻ തെളിയിച്ചു തരാം. അപ്പൊ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക. പച്ച മലയാളത്തിലെ പുസ്തകം അത്. ആർക്കും വായിച്ചാൽ മനസ്സിലാവും. സലഫി പ്രവർത്തകരോട് സ്നേഹപൂർവം. കണ്ടോ, ചില പത്രങ്ങൾക്ക് എഴുതി കൊടുക്കും, ജിന്നുകളോട് പ്രാർത്ഥന സാധിക്കും, ശിർക്കാണ്. പുറത്തിറങ്ങിയപ്പോഴും ശിർക്കല്ല പറഞ്ഞിട്ടില്ല. രണ്ടും 2 വിഷയമാണ്. ഇൻഷാ അല്ലാഹ് ഈ പ്രസംഗത്തിൽ നമുക്കത് പറയാം എന്ന് ആശിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടിയിൽ അത് അവതരിപ്പിക്കാം. ഹദീസ് എന്ന് കേൾക്കുന്നതന്നെ ഇവർക്ക് അലർജിയാണ്. ഹദീസ് കോളേജ് നിർത്തിയില്ലേ, അതുപോലെ തന്നെ സുഹൃത്തുക്കളെ ഹദീസ് സെമിനാറുകൾ പലയിടത്തും ബ്ലോക്ക് ചെയ്തു. ഇസ്ലാഹി റീഡേഴ്സ് ഫോറത്തിന്റെ ഹദീസ് സെമിനാർ നടത്താൻ ഉറപ്പിച്ചിട്ട് TP ഇടപെട്ട് നിർത്തിച്ചതാ. അത് നമുക്ക് പിന്നെ നടത്താൻ. ഇതുവരെ അത് നടത്തിയിട്ടില്ല എന്ന് മാത്രല്ല, ഹദീസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നമ്മൾ ഇത്രയും കാലം ജനങ്ങളെ പഠിപ്പിച്ചത്. സ്വഹീഹായ ഹദീസിൽ ഒരു കാര്യം വന്നാൽ അത് ചോദ്യം ചെയ്യാതെ സ്വീകരിക്കണം. അത് നമ്മുടെ ബുദ്ധിക്കെതിരാണെങ്കിലും ശരി, ശാസ്ത്രതത്വങ്ങൾക്കെതിരാണെങ്കിലും ശരി, നമ്മൾ കുറെ കാലം പറഞ്ഞ വാചകങ്ങൾക്കോ വാദങ്ങൾക്കോ എതിരാണെങ്കിലും ശരി, റസൂലുള്ളാഹിന്റെ ഹദീസ് തള്ളിക്കളയാൻ പാടില്ല എന്നതാണ് സുഹൃത്തുക്കളെ നമ്മുടെ നിലപാട്. പക്ഷെ ഹുസൈൻ മടവൂരും കൂട്ടർ ഒരുപാട് ഹദീസുകളെ തള്ളി. അബ്ദുസ്സലാം സുല്ലമി തള്ളി. ആ തള്ളിയതൊക്കെ ഇപ്പൊ ഇവരും ഏറ്റെടുത്തിരിക്കുകയാണ്. വാസ്തവത്തിൽ സംഭവിച്ചത് എന്താണെന്നറിയോ? മടവൂരികളും ഇവരും ഒരേ ആദർശത്തിലേക്ക് ഇപ്പൊ പോയി. ഇപ്പൊ മടവൂരികൾ പറഞ്ഞെന്താ അറിയോ? 2007 അബ്ദുൽ ജബ്ബാർ മൗലവി ലേഖനം എഴുതി അന്ന് തന്നെ അബ്ദുസ്സലാം സുല്ലമി പറഞ്ഞിരിക്കുന്നു അത് ശിർക്കാണ്. കരിമ്പലാക്കൽ മരിമദനിയും പറഞ്ഞിരിക്കുന്നു. ഇവർ 5 കൊല്ലം അതിനെ ന്യായീകരിച്ച് മറുപടി പറഞ്ഞ് മടവൂരികളെ ചീത്ത പറഞ്ഞ് നടന്നിട്ട് ഇപ്പൊ അവര് പറഞ്ഞ അബ്ദുസ്സലാം സുല്ലമി 2007 പറഞ്ഞ അതേ വാദത്തിലെത്തി. അപ്പൊ തൗഹീദും ശിർക്കും മനസ്സിലാക്കുന്നതിൽ അബ്ദുസ്സലാം സുല്ലമിയും മടവൂരി ജമിയത്തുൽമയാണ് മുന്നിൽ. നിങ്ങൾ ഇങ്ങോട്ട് ലയിച്ചോളി എന്നപ്പോ അവര് പറയുന്നത്. ഇങ്ങനെയുണ്ട്. ഞങ്ങൾക്കിപ്പോൾ എന്താ അറിയോ, ഈ അനസ് മുസ്ലിയാർ പറഞ്ഞു, നമുക്കിപ്പോൾ പ്രസംഗിക്കാൻ പോകുമ്പോൾ കൊണ്ടുപോകുന്ന തെളിവുകളുടെ പെട്ടി ഒരെണ്ണം കൂടി സുന്നികൾക്കൊന്ന്, ജമാഅത്തേർക്കൊന്ന്, മടവൂരികൾക്കൊന്ന്, ഇപ്പൊ ജിന്നൂരികൾക്കൊരു പെട്ടി. ഞങ്ങൾക്കൊരു പെട്ടി കുറഞ്ഞു. കാരണം മടവൂരിക്കും ഇവർക്കൂടി ഒരു മറുപടി അറിഞ്ഞായി. അതാണ് ഇപ്പൊ സംഭവിച്ചത്. ഇൻഷാ അല്ലാഹ് മഗ്രിബ് നമസ്കാരത്തിന് ശേഷം നമുക്ക് സംഗമിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാഹി പ്രസ്ഥാനത്തെക്കുറിച്ചും അതിൻ്റെ നയനിലപാടുകളെക്കുറിച്ചും വിസ്തരിച്ചു പറയേണ്ട ഒരു സദസ്സല്ല ഇത്. അലവി മൗലവി റഹിമഹുല്ലയെ പോലെയുള്ള ഈ പ്രസ്ഥാനത്തിൻ്റെ നെടുനായകത്വം വഹിച്ച ആളുകൾ ജീവിച്ചു പോയ ഒരു പ്രദേശമാണിത്. എന്താണ് ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ പറയുന്ന കാര്യമാണ്. പ്രമാണങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് മുസ്ലിം ഉമ്മത്തിൻ്റെ സർവതോന്മുഖമായ പുരോഗതിക്കു വേണ്ടി, ഇഹലോക പരലോക വിജയത്തിനു വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകത.
ഈ പ്രസ്ഥാനം പ്രവർത്തനം ആരംഭിക്കുന്ന കാലത്ത് മുസ്ലിം കേരളം എത്തുമാത്രം ഇരുട്ടിലായിരുന്നുവെന്നും നമ്മുടെ പ്രവർത്തന ഫലമായി എന്തെല്ലാം പുരോഗതികളും മാറ്റങ്ങളും പരിവർത്തനങ്ങളും ഈ മുസ്ലിം സമുദായത്തിൽ ഉണ്ടായി എന്നതും പല പ്രസംഗങ്ങളിലൂടെയും നാം കേട്ടതും മനസ്സിലാക്കി വെച്ചിട്ടുള്ളതുമാണ്. നാം തുടങ്ങിവെച്ച നവോത്ഥാന ആശയങ്ങൾ നമ്മെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്തിരുന്ന ആളുകൾ പോലും ഏറ്റെടുത്തു. മദ്രസയും യതീംഖാനയും ഭൗതിക വിദ്യാഭ്യാസവും സ്ത്രീ വിദ്യാഭ്യാസവും തുടങ്ങി ഒട്ടനവധി മാറ്റങ്ങൾ മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടായതിൻ്റെ കാരണം ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനമായിരുന്നു. പക്ഷേ നാം മുന്നോട്ട് വച്ചിട്ടുള്ള തൗഹീദ് എന്ന ആശയം, അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക, അവനോട് മാത്രം സഹായം അഭ്യർത്ഥിക്കുക എന്ന ആശയം, അത് ഇന്നും എതിരാളികൾ ഏറ്റെടുക്കുകയോ അതുമല്ലെങ്കിൽ ആ ആദർശത്തിലേക്ക് കടന്നു വരികയോ ചെയ്തിട്ടില്ല എന്നത് നാം ഏവർക്കും അറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്നു മാത്രമല്ല, പുതിയ പുതിയ ദുർവ്യാഖ്യാനങ്ങളും അതുപോലെ തന്നെ പുതിയ പുതിയ തെളിവുകളും കണ്ടെത്തിക്കൊണ്ട് ശിർക്കിനെ ന്യായീകരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ തിങ്ങി താമസിക്കുന്നു എന്ന് കരുതുന്ന മലപ്പുറം ജില്ലയിലാണ് റമദാൻ 27-ന് സലാത്ത് നഗർ എന്ന പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു തേടുന്ന ഒരു ശിർക്കൻ പരിപാടി ആഘോഷപൂർവ്വം നടന്നു വരുന്നത്. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ, പ്രഖ്യാപിക്കൂ നബിയെ, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, അവനോട് കൂടെ ഞാൻ ഒരാളെയും പങ്കു ചേർക്കുന്നതല്ല എന്ന് പ്രഖ്യാപിക്കാനാണ് വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുന്നത്. ഈ തൗഹീദിന്റെ സന്ദേശം ഏതു കാലത്തും ഇസ്ലാഹി പ്രസ്ഥാനം അതിൻ്റെ പ്രബോധനത്തിൽ മുൻതൂക്കം കൽപ്പിച്ചിരുന്നു. ഹുസൈൻ മടവൂരും കൂട്ടരുമായി ഉണ്ടായ നമ്മുടെ തർക്കത്തിൽ ഇതിൻ്റെ മുൻഗണനാക്രമത്തെക്കുറിച്ച് ചർച്ച നടന്നിരുന്നു. ആദ്യമൊക്കെ നാം ആളുകളെ ആകർഷിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തി ആളുകൾക്കിടയിൽ തരക്കേടില്ല എന്നൊരു പേര് ഉണ്ടാക്കിയതിനു ശേഷം പറഞ്ഞാൽ മതി തൗഹീദ്, അങ്ങനെ പാലം കെട്ടി തൗഹീദ് പറയണം എന്ന ഒരാശയം മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരികയും അതിനെ നാം എതിർത്തു തോൽപ്പിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ ലോകത്തുടനീളമുള്ള സലഫി പണ്ഡിതന്മാരോ അംഗീകരിക്കുന്ന ഒരു രീതിയല്ല അതെന്നും ദഅവത്തിന്റെ മുൻഗണനാക്രമത്തെ അട്ടിമറിക്കലാണതെന്നും നമ്മൾ തെളിയിക്കുകയുണ്ടായി. അന്ന് നാം പറഞ്ഞിരുന്നൊരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇടവണ്ണയിൽ ഹുസൈൻ മടവൂര് പ്രസംഗിച്ചപ്പോൾ പറയാണ്, ഇവിടെ തൗഹീദ് പറയേണ്ട സ്ഥലമല്ല, ഇവിടെ മുജാഹിദുകളുടെ നാടാണ്, ഇവിടെ തൗഹീദ് പറയേണ്ടതില്ല. വാസ്തവത്തിൽ നമ്മളതിനെ വിമർശിച്ചപ്പോൾ ചില ആളുകൾ ചോദിച്ചത് ശരിയല്ല, ഇവിടെ മുഴുവൻ മുജാഹിദുകളല്ലേ. അദ്ദേഹം പ്രസംഗിച്ചതെന്ന് വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്ത് ഖുറാഫികൾക്ക് പള്ളി വന്നു, ഇവിടെ ഖുറാഫികളുടെ ജുമുഅ നടക്കുന്നു എന്നു മാത്രമല്ല, ഇവിടെ തന്നെ തൗഹീദിന്റെ വിഷയത്തിൽ അബ്ദുസലാം സുല്ലബിക്ക് വരെ വ്യതിയാനങ്ങളുണ്ടായി. വാഴക്കാട് ഖണ്ഡനം നടക്കുമ്പോൾ അള്ളാഹുവിന്റെ ഇസ്മ സിഫത്തുകളെ വ്യാഖ്യാനിക്കുന്നതിനെ സംബന്ധിച്ച് നമ്മളൊക്കെ പഠിച്ചു. എല്ലാ സലഫി പ്രബോധകന്മാരും ഒരുമിച്ച് പറയുന്ന കാര്യമാണ്, അള്ളാഹുവിന്റെ സിഫത്തുകളെ വ്യാഖ്യാനിച്ചുകൂടാ, അവന്റെ ഇസ്മുകളെ വ്യാഖ്യാനിച്ചുകൂടാ. പക്ഷെ അള്ളാഹുവിന്റെ നുസൂൽ എന്ന സിഫത്ത് 26ഓളം സഹാബികൾ ഉദ്ധരിച്ചിട്ടുള്ള മുതവാത്തിറായ ഹദീസ് എന്ന് പറയുന്ന, രാത്രിയുടെ അവസാന യാമത്തിൽ അള്ളാഹു ഭൂമിയോടടുത്ത് ആകാശത്തേക്ക് ഇറങ്ങി വരും, ചോദിക്കുന്നവരുണ്ടോ നൽകാം, എന്നോട് സഹായം അഭ്യർത്ഥിക്കുന്നവരുണ്ടോ അവർക്ക് ഞാൻ സഹായം നൽകാമെന്ന് അള്ളാഹു പ്രഖ്യാപിക്കുന്ന ഹദീസ്. ആ ഹദീസിന് അള്ളാഹു ഇറങ്ങുമെന്നതിനെ അള്ളാഹുവിന്റെ പ്രതിഫലം ഇറങ്ങും, അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുമെന്ന് വ്യാഖ്യാനിക്കണം, അള്ളാഹു ഇറങ്ങുമെന്ന് പറഞ്ഞുകൂടാ എന്ന് വാദിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സിഫത്തിനെ വ്യാഖ്യാനിക്കുന്ന തികഞ്ഞ സലഫി വിരുദ്ധ ആശയം ഷബാബിൽ അച്ചടിച്ചു വന്നു. സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കണം, എന്താണ് തൗഹീദിൽ ഞങ്ങൾക്കുള്ള വ്യതിയാനമെന്ന് മടവൂർ വിഭാഗം ചോദിച്ചിരുന്നു. ഉമർ സുല്ലമി നേർച്ചക്ക് പോകുന്നുണ്ടോ? അബ്ദുസലാം സുല്ലമി ജാറം പൂജിക്കുന്നുണ്ടോ? ഹുസൈൻ മടവൂര് നേർച്ച ഉദ്ഘാടനം ചെയ്യുന്നുണ്ടോ? എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? ഞങ്ങൾ ആരെങ്കിലും അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന്. വാസ്തവത്തിൽ 2002-ൽ 35 പിത്തനക്കാരെ തൽക്കാലം മാറ്റി നിർത്തിയപ്പോൾ അവർ കൊടുത്ത പത്രവാർത്ത എന്തായിരുന്നു? അവർ പറഞ്ഞു, ജിന്നു സേവയിലേക്കും പിശാച് പൂജയിലേക്കും
മുജാഹിദ് പ്രസ്ഥാനത്തെ കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്നായിരുന്നു അവർ പത്രത്തിൽ കൊടുത്തത്. ഇപ്പൊ ഈ അടുത്ത് മഞ്ചേരിയിൽ നമ്മുടെ ആദർശ സമ്മേളനത്തിന് മറുപടിയായിക്കൊണ്ട് അബ്ദുറഹ്മാൻ സലഫിയുടെ കോക്കസ് സംഘടിപ്പിച്ച മീറ്റിംഗിൽ, ആ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് തന്നെ കോട്ടക്കലിൽ ഹുസൈൻ മടവൂരും കൂട്ടരും പ്രസംഗിക്കുകയാണ്. രണ്ട് സ്ഥലത്തുനിന്നും ഉയർന്നു വരുന്ന ഒരേ ആശയം, മുജാഹിദുകൾ ശിർക്കിലെത്തി. യഥാർത്ഥത്തിൽ ഹുസൈൻ മടവൂരും കൂട്ടരും അത് പറയാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങളായി. 2002 മുതൽ തുടങ്ങി 2007 ശക്തിപ്പെട്ട ഒരു ആരോപണമാണത്. പക്ഷെ ഇപ്പൊ ഇവരും കൂടി അത് ഏറ്റെടുത്ത് രണ്ട് ഭാഗത്തും ഒരേ സ്വരത്തിൽ നമുക്കെതിരെ ശിർക്കാരോപണം നടന്നു. കോട്ടക്കൽ സമ്മേളനത്തിന്റെ വർത്തമാനം പത്രത്തിൽ വന്നു. ഹുസൈൻ മടവൂര് നവയാഥാസ്ഥികത ഒരു പതിറ്റാണ്ട് എന്ന പ്രമേയത്തിൽ അവരുടെ KNM കമ്മിറ്റി സംഘടിപ്പിച്ച മുജാഹിദ് ബഹുജന സംഘം ഉദ്ഘാടനം ചെയ്തിട്ട് പറഞ്ഞത് എന്താ? മുസ്ലിം നവോത്ഥാന സംരംഭമായ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശമുള്ള മുഴുവൻ പേരും ആദർശ തനിമ ഉൾക്കൊണ്ട് പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വരണമെന്നും ഒന്നിച്ചു പ്രവർത്തിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളതെന്നും ഹുസൈൻ മടവൂര് പറഞ്ഞു. മാത്രല്ല, നമ്മളെയൊക്കെ പുറത്താക്കിയതിന് സ്വാഗതം ചെയ്തിരിക്കുകയാണ്. കണ്ടോ, അന്ധവിശ്വാസ അനാചാരങ്ങൾക്കെതിരിൽ സന്ധിയില്ലാ സമരം നടത്തിയ മുജാഹിദ് പ്രവർത്തകരിലേക്ക് ജിന്നു സേവ, പിശാച് പൂത, മാരണം, മന്ത്രവാദം, കൂടോത്രം തുടങ്ങിയവ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചവർക്കെതിരെ നടപടിയെടുത്ത AP വിഭാഗം മുജാഹിദ് സംഘടനയുടെ തീരുമാനം സ്വാഗതാർഹമാണ്. എന്നാൽ ഇപ്പോൾ പുറത്താക്കപ്പെട്ട തീവ്രവാദ ഗ്രൂപ്പിനെ ഉപയോഗപ്പെടുത്തി സംഘടന പുലർത്താൻ കൂട്ടുനിന്ന മറുപക്ഷത്തെ നേതാക്കൾ മാപ്പർഹിക്കാത്ത കുറ്റമാണ് ചെയ്തെന്ന് നിഷ്പക്ഷമതികൾ മനസ്സിലാക്കണമെന്നും മടവൂര് പറഞ്ഞു. കണ്ടോ, അവർ രണ്ടു കൂട്ടരും ശിർക്കാരോപണം നടത്തി. ഇവർ ചെയ്തതിന് അവർ സ്വാഗതം ചെയ്തു, ഇനി അവർ ചെയ്തതിന് അവർ സ്വാഗതം ചെയ്ത് അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. 2007 2008 ശബാബിൽ അബ്ദുസലാം സുല്ലമി എഴുതിയ അതേ കാര്യങ്ങളാണ് KKP അബ്ദുള്ള എന്ന മടവൂരി ചാരൻ ഇറക്കിയ പുസ്തകത്തിലുള്ളത്. അതിൻ്റെ 2ാം പതിപ്പ് മടവൂരികളുടെ സമ്മേളനത്തിൽ വെച്ചാണ് കോഴിക്കോട് പ്രകാശനം ചെയ്യുന്നതും പുറത്തുവിടുന്നതും. അതിന് അവതാരിക എഴുതി കൊടുത്ത അബ്ദുറഹ്മാൻ ഇരുവേറ്റിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പാവങ്ങാട് പാരോ പറഞ്ഞു ഇപ്പൊ അവിടെ ഹുതുബല്ല, പഠിത്തം ഒഴിവാക്കിയത്രേ. ഏതായാലും ഇരിക്കട്ടെ, ഈ പറഞ്ഞ അബ്ദുറഹ്മാൻ ഇരുവേറ്റി അവതാരിക എഴുതിയ മഞ്ഞ പുസ്തകത്തിൽ ഉള്ളതെന്താ? അബ്ദുസലാം സുല്ലമി എന്താണോ 2007 2008 എഴുതിയത് അതൊക്കെ അതിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. കഴിഞ്ഞ 5 വർഷമായി അവർ പറഞ്ഞിരുന്നതൊക്കെ ഇപ്പൊ വിഴുങ്ങുന്ന ഗതികേടിലേക്കാണ് വാസ്തവത്തിൽ ഇവർ കൊണ്ടുപോയി എത്തിച്ചിട്ടുള്ളത്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ ഖുർആനിലും സുന്നത്തിലും ഇല്ലാത്ത വിശ്വാസമേതോ അതാണ് അന്ധവിശ്വാസം. ഖുർആന്റെയും സുന്നത്തിന്റെയും പിൻബലമുള്ള ഒരു വിശ്വാസവും അന്ധവിശ്വാസമാവുകയില്ല എന്നാണ് മുജാഹിദുകൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ശിർക്കിനെതിരിൽ ജാഗ്രത പുലർത്തുകയും നമ്മുടെ അടുത്ത തലമുറകളിലേക്ക് തൗഹീദ് എത്തിച്ചു കൊടുക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. എടവണ്ണ പോലുള്ള പ്രദേശത്തേക്ക് ഇനി ശിർക്ക് തിരിച്ചു വരില്ല എന്നൊരിക്കലും നമുക്ക് ഗ്യാരണ്ടി പറയാൻ കഴിയില്ല. ഹുസൈൻ മടവൂരിന് വ്യതിയാനമോ ഉമ്മർ സുല്ലമിക്ക് വ്യതിയാനമോ എന്ന് ചോദിച്ചപ്പോൾ നമ്മളന്ന് പറഞ്ഞു, വ്യതിയാനം ആർക്കും വരാം. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, പടച്ചവനെ നീ ഞങ്ങളെ ഹിദായത്തിലാക്കിയ ശേഷം ഞങ്ങളെ വഴിതെറ്റിക്കില്ലെന്ന് പ്രാർത്ഥിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നാം. ലുക്മാൻ അലൈഹിസ്സലാം തന്റെ മകനെ വിളിച്ച് ഉപദേശിച്ചെന്താ? യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, കുഞ്ഞുമോനെ നീ അല്ലാഹുവിൽ ശിർക്ക് വെക്കല്ലേ, ഇന്ന ശിർക ലദുൽമുൻ അദീം എന്നാണ്. ശിർക്ക് ഗുരുതരമായ അക്രമമാണ്, പാപമാണ്. സുഹൃത്തുക്കളെ, പൊക്കിൾ കൊടിയിലൂടെ പാരമ്പര്യമായി കിട്ടുന്നതല്ല തൗഹീദ്. വരുന്ന തലമുറയെ തൗഹീദ് പഠിപ്പിക്കേണ്ടതുണ്ട്. ശിർക്കിനെതിൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് റസൂൽ പഠിപ്പിച്ചു കൊടുത്തൊരു പ്രാർത്ഥന നമ്മൾ പല സ്റ്റേജുകളിലും പറയാറുള്ളതാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ നുശ്രിക ബിക ശൈഅൻ നഅലമു വഅസ്തഗ്ഫിറുക ലിമാ ലാ നഅലമു. അല്ലാഹുവേ, ഞങ്ങൾ നിന്നോട് അഭയം ചോദിക്കുന്നു. ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അഊദു ബിക എന്നും, ഒരു ഒറ്റക്കാണെങ്കിൽ അഊദു ബിക എന്നും പറയാം. അറിഞ്ഞുകൊണ്ട് നിന്നിൽ പങ്കു ചേർക്കുന്നതിനെ സംബന്ധിച്ച്, അറിഞ്ഞുകൊണ്ട് വല്ലതും നിന്നിൽ പങ്കു ചേർക്കുന്നത് ഞങ്ങൾ നിന്നോട് അഭയം ചോദിക്കുന്നു. അറിയാതെ വല്ല ശിർക്കും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇതാ നിന്നോട് പൊറുക്കലിനെ ചോദിക്കുന്നു എന്ന പ്രാർത്ഥന നമ്മൾ എത്രയോ സ്റ്റേജുകളിൽ ഇത് പറഞ്ഞതാണ്. പക്ഷേ മഞ്ചേരിയിൽ അബ്ദുറഹ്മാൻ സലഫി പറയാണ്, നിങ്ങൾ 1000 വട്ടം എൻ്റെ നാവുന്നത് കേട്ടിട്ടുണ്ടാവുന്നു. മൂപ്പരെ നാവുന്നേ, മൂപ്പരനെ പറയാം, വേറെ ആരും പറയാനില്ലല്ലോ, മൂപ്പരനെ പറയാം. അതേ സമയത്ത് ഇന്ന് ഈ ജിന്നുമായി നടക്കുന്ന ഇവർ ആരെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടോ? എല്ലാ പ്രസംഗവും മൂപ്പര് കേട്ടിട്ടുണ്ടോ? ഈ കേരള സുന്നി ജമാഅത്ത് എന്ന പേരിൽ സംസ്ഥാനക്കാര് ഈ ശിർക്കാരോപണം അവസാനിപ്പിക്കുക എന്ന ബാനറിൽ പരിപാടി നടത്തിയപ്പോ നാദാപുരത്തും പാറക്കടവും മഞ്ചേരിയും ഒക്കെ മറുപടി പറഞ്ഞ ആളാ ഞാൻ.
ആ എല്ലാ പ്രസംഗത്തിലും ഈ ഹദീസ് എടുത്തുദ്ധരിക്കുകയും ശിർക്കിനെതിരെ ജാഗ്രത പുലർത്തണമെന്ന് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം മുസ്ലിം ഉമ്മത്തിന് ശിർക്ക് വരികയില്ല എന്നൊരു കുപ്രചരണം ഇവർ നടത്തി. അതിനകത്ത് ലേഖനം എഴുതിയ ആളാ ഞാൻ. 8 പേജ് ലേഖനം ഇസ്ലാഹ് മാസികയിൽ എഴുതി. ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട്, ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട്, ദുർവ്യാഖ്യാനങ്ങൾ മറുപടി പറഞ്ഞുകൊണ്ട്. എന്നിട്ട് ഇയാൾ ഇവിടെ വന്നിട്ട് പറയാണ്, ആ ഹദീസ് വേറാരും പറയാറില്ല, ഞാൻ 1000 വട്ടങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്ത് പറഞ്ഞാൽ മറ്റുള്ളവരെ പേര് ശിർക്ക് ആരോപിക്കാൻ വേണ്ടി ആ രീതിയിലുള്ള ഒരു വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, തൗഹീദിനെ നിസാരവൽക്കരിച്ചുകൊണ്ട് പുറത്തുപോയ ഹുസൈൻ മടവൂരും വിഭാഗവും നിങ്ങൾക്ക് എപ്പോൾ ഈ ശിർക്കും തൗഹീദിനെ വേറൊന്നുമില്ലേ എന്ന് പറഞ്ഞു ഖണ്ഡന മണ്ഡനങ്ങളെ പരിഹസിച്ചു. അങ്ങനെ ഒരു പുതിയ ലൈൻ സ്വീകരിച്ചുകൊണ്ട് ഒരു പുതിയ ചിന്താധാരയുമായി പുറത്തുപോയവർ, അവർ സംഘടനയിൽ 10-11 കൊല്ലം വളണ്ടിയർ കോർ ഉപയോഗിച്ച് നടത്തിയ ചാരപ്പണികളാണ് അന്ന് സംഘടന ഒരു പിളർപ്പിലെത്തിച്ചതെങ്കിൽ ആ ചാരപ്പണിയുടെ തുടർച്ചയും അന്നുണ്ടായിരുന്ന വീശിപ്പണിയുടെ തുടർച്ചയും തന്നെയാണ് ഇന്നും നമ്മളെ ഈ സംഘടനയിൽ ഈ അവസ്ഥയിൽ എത്തിച്ചത്. KKP അബ്ദുള്ള എന്ന ചാരനെ മടവൂരികൾ നിയോഗിച്ചതാണ്. ഇപ്പൊ അയാൾ മടവൂരിയായി പ്രഖ്യാപിച്ചു. 7-ാം തീയതി കണ്ണൂരിൽ നടക്കുന്ന മടവൂരികൾ ആദർശ വിശദീകരണത്തിൽ അയാൾ പ്രസംഗിക്കാൻ പോവാണ്. ഇത് നമ്മൾ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിലമ്പൂരിൽ വെച്ച് നടന്ന മീറ്റിംഗിൽ വ്യക്തമായി പ്രഖ്യാപിച്ചു. KKP അബ്ദുള്ളയും അതുപോലെ തന്നെ മഞ്ഞ പുസ്തകത്തിന് സഹായിച്ച സിദ്ദീഖ് തലശ്ശേരി, ഹാരിസ് ചേറൂർ, ഇവർ ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ വന്ന ഗൂഢസംഘത്തിന്റെ ഭാഗമാണ്. അന്ന് നീല പുസ്തകമായിരുന്നെങ്കിൽ ഇന്ന് മഞ്ഞ പുസ്തകമാണെന്ന് KJU പ്രഖ്യാപിച്ചു. പക്ഷെ ആ പ്രഖ്യാപിച്ച ചാരനെ വീണ്ടും 6 മാസത്തോളം ഇരിട്ടി പള്ളിയിൽ സംരക്ഷിച്ചത് ആരാണ്? അബ്ദുറഹ്മാൻ സലഫിയുടെ കോക്കസിൽപ്പെട്ട ആൾ ഡോക്ടർ മുഹമ്മദ് കുഞ്ഞടക്കമുള്ളവരാണ്. അദ്ദേഹത്തിന്റെ കോക്കസിന്റെ വലിയ കേന്ദ്രമാണ് പയ്യന്നൂർ. ആ പയ്യന്നൂർക്കാർ ബോഡി ഗാർഡായിട്ട് വന്നിട്ടാണ് 6 മാസം ഇരിട്ടി പള്ളിയിൽ ഖുത്ബ നടത്തിയത്. ഉളിക്കൽ എന്ന സ്ഥലത്ത് നിന്ന് ഖുത്ബ ഒഴിവാക്കി. തബറുക്കിനെ എതിർത്തു, സിഹിറിനെ എതിർത്തു, ജംഇയ്യത്തുൽ ഉലമയുടെ ആശയത്തെ എതിർത്തപ്പോ പിറ്റേ ദിവസം തന്നെ അയാൾക്ക് മിമ്പർ കൊടുത്തത് പ്രൊഫസർ അദ്ദുവാണ്, കൊല്ലത്ത്. അന്നത്തെ KNMന്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാൾ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അയാളായിരുന്നു ഇലക്ഷൻ കമ്മീഷണർ. എന്തൊക്കെയാ പുതിയ കൊണ്ടുവന്നത്. ISM എക്സിക്യൂട്ടീവിലുള്ള ഒരാൾ KNM എക്സിക്യൂട്ടീവിൽ വരാൻ പാടില്ല, യൂണിറ്റിൽ വരാൻ പാടില്ല, ജില്ലയുടെ സംസ്ഥാനത്ത് വരാൻ പാടില്ല. KNMന്റെ ഭരണഘടന അനുസരിച്ച് 18 വയസ്സുള്ള ആർക്കും മെമ്പർഷിപ്പ് എടുക്കാം. അയാൾ MSMലോ ISMലോ എവിടെ ഉണ്ടായാലും അയാൾക്ക് സംസ്ഥാന സെക്രട്ടറി വരെ ആകാന്നാണ്. പക്ഷെ അത് അട്ടിമറിച്ചു. എന്നിട്ട് ചില ആളുകൾ അതിനെ കോടതിയിൽ ചോദ്യം ചെയ്തപ്പോൾ എന്താ പറഞ്ഞതെന്നറിയോ? യുവാക്കൾ കടന്നു വന്ന് തീവ്രവാദ പ്രസ്ഥാനങ്ങൾ, ഈ തീവ്രവാദത്തിലേക്ക് പോയ യുവാക്കൾ സംഘടനയെ പിടിച്ചെടുക്കുമെന്ന് പേടിച്ചിട്ടാണ്. വക്കീൽ നോട്ടീസിന് കൊടുത്ത മറുപടിയാണ്. ആരെ പറ്റിയാ തീവ്രവാദികളെന്ന് പറഞ്ഞത്? KNMന്റെ കൂടെ പ്രവർത്തിക്കുന്ന ISMനെ പറ്റി. അവർ തീവ്രവാദികളാണ്, അവർ സംഘടന പിടിച്ചെടുക്കുമെന്ന് പേടിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു ക്ലോസ് കൊടുത്തതെന്ന്. ഈ തരത്തിൽ എന്തും പറയാന്നുള്ളതാണ്. അതുപോലെ കഴിഞ്ഞവർ കൊണ്ടുവന്ന രസകരമായ ക്ലോസ് ഉണ്ട്. എന്താ അറിയോ? പാനൽ അവതരിപ്പിക്കുന്ന ആളും പിന്താങ്ങിയ ആളും പാനലിൽ ഉണ്ടാകാൻ പാടില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് കേട്ടു നിങ്ങൾ അങ്ങനെ യൂണിറ്റിലും ജില്ലയിലും മണ്ഡലത്തിലൊക്കെ അത് പാലിച്ചു. ഒതായിൽ തെരഞ്ഞെടുപ്പിനെ നിർത്തിവെക്കേണ്ടി എന്നും ബഹളം ഉണ്ടായത് അതുകൊണ്ടാണ്. പക്ഷേ സ്റ്റേറ്റ് കമ്മിറ്റി വന്നപ്പോൾ അത് മാറി. MM അതിന് പാനൽ അവതരിപ്പിച്ചു, ഉണ്ണിൻകുട്ടി മൗലവി പിന്താങ്ങി. രണ്ടാളും പാനലിലുള്ള ആളാണ്. അപ്പം അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി തനിക്ക് ഇഷ്ടപ്പെട്ട പുതിയ ക്ലോസുകൾ കൊണ്ടുവരിക. ഇനിയിപ്പോൾ ഭരണഘടന തിരുത്താൻ പോണെന്നാണ് കേൾക്കുന്നത്. ISMനെ പിരിച്ചുവിട്ട് പുതിയ ISM ഉണ്ടാക്കാൻ ഒരുങ്ങുകയാണ്. എത്ര ഇപ്പോൾ കുറേ ആൾ കുപ്പായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ മൂക്കില്ലാ രാജ്യത്ത് മുറിമൂക്കൻ രാജാവാകുമല്ലോ. അപ്പോൾ അബ്ദുറഹ്മാൻ സലഫിൻ്റെ ഇപ്പോൾ ഒട്ടി നിന്നപ്പോൾ MSMലും ISMലൊക്കെ പുതിയ സീറ്റ് കിട്ടുമെന്ന് വിചാരിച്ച് കുറേ ആളൊക്കെ അങ്ങനെ ഒട്ടി നിൽക്കുന്നുണ്ട്, കുപ്പായം തുന്നിച്ച് നിൽക്കുന്നുണ്ട്. ഇയാൾക്ക് ഇഷ്ടമില്ലാത്തവരൊക്കെ സംഘടന ഒഴിവാക്കുന്നത് ഇയാളുടെ അജണ്ടയാണ്. കഴിഞ്ഞ ISM തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് KNM പ്രതിനിധിയായിട്ട് ഇയാൾ പോകുന്നതിന് മുമ്പ് ഇയാൾ പ്രഖ്യാപിച്ചെന്താ അറിയോ? ഞാനാണ് വരും, ഞാനൊരു പാനൽ അവതരിപ്പിക്കും, അത് സ്വീകരിക്കണമെങ്കിൽ ISM ആണ് പിരിച്ചുവിടും. അപ്പൊ കൂടെ പോയ മറ്റേ KNM മെമ്പർ അത് സ്വീകരിക്കാത്തതുകൊണ്ട് തൽക്കാലം നടന്നില്ല. അത്ര ധിക്കാരമാണ്. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എന്താവുന്ന നിങ്ങൾ KNM നോമിനേറ്റ് ചെയ്യുന്ന കമ്മിറ്റിയെ പാടുള്ളൂ. KNM നല്ലൊരു ഫോക്കസും ആയിരിക്കും. അപ്പൊ മൊത്തം സംഘടന 2-3 ആളെ കയ്യിലാവും. അവിടെ ഇയാൾ കൊണ്ടുപോണത് ഇനിയിപ്പോൾ വരാൻ പോണതാണ് നോമിനേറ്റഡ് കമ്മിറ്റി. ഇപ്പോൾ ഗൾഫ് ഇസ്ലാഹി സെന്ററുകളൊക്കെ സൗദി നാഷണൽ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇയാളെ ഫോക്കസാണ്. ഇയാൾ അവിടെ നോമിനേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയോ ഗൾഫ് കോർഡിനേഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ നേരത്തെ ഉള്ള കമ്മിറ്റി ഇയാൾ പുനഃസംഘടിപ്പിച്ചു. എന്നിട്ടോ പലരും ഒഴിവാക്കി. കാരണം എന്താ? ഇയാൾക്ക് ഇഷ്ടമല്ലാത്ത ചിലരുണ്ട്.
കഴിഞ്ഞ നേതാക്കന്മാരുടെ സന്ദർശനത്തിൽ സൗദി ഇസ്ലാഹി സെന്ററുകൾ ഭിന്നിപ്പിച്ചു. എല്ലായിടത്തും നിങ്ങൾ ഗ്രൂപ്പ് ഉണ്ടാക്കി, ഖേദകരമായി പോയി അബ്ദുറഹ്മാൻ സലഫിയുടെ നിലപാടുകൾ എന്ന് പറഞ്ഞിട്ട് സംഘടന ഇത് പരിഹരിക്കണമെന്ന് പറഞ്ഞ് കത്ത് കൊടുത്തത് കൊണ്ട് 30 കൊല്ലത്തോളമായി സൗദിയിൽ പ്രവർത്തിക്കുകയും ഇസ്ലാഹി സെന്ററുകൾക്ക് രൂപം കൊടുക്കുകയും ചെയ്ത ഇമ്പിച്ചിക്കോയൊക്കെ അയാൾക്ക് കമ്മിറ്റിയിൽ നിന്ന് ഔട്ടായി. വേണ്ട, CD ടവറിൽ നടന്ന ഗ്രൂപ്പ് മീറ്റിംഗിൽ പങ്കെടുത്തവർ മഞ്ചേരിയിൽ KJUവിന്റെ ആദർശ വിശദീകരണത്തിന് വരരുത്, അബ്ദുറസാഖ് ബാക്കവി വരരുത്, അബ്ദുറഹ്മാൻ സലഫി വരരുത്, KV വരരുത് എന്ന് പറഞ്ഞിട്ട് ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി കത്ത് കൊടുത്തു. അതുപോലെ കരുവള്ളി മുഹമ്മദ് പോലി കത്ത് കൊടുത്തു. അതിനുണ്ടായത് എന്താ? കരുവള്ളി പുറത്തായി, കരുവള്ളി എക്സിക്യൂട്ടീവ് നിന്ന് പുറത്തായി. അപ്പൊ തനിക്ക് ഇഷ്ടമില്ലാത്തവരെയൊക്കെ ഏത് കമ്മിറ്റിയിൽ നിന്നും പുകച്ച് പുറത്തിയാടിക്കുക, തൻ്റെ ആശ്രിതരെയും താൻ പറയുന്നത് കേൾക്കുന്ന റാൻ മൂളികളെയും കമ്മിറ്റികളിലൊക്കെ കൊണ്ടുവരിക. MSM-ഉം ISM-ഉം ഒക്കെ നമ്മൾ പറഞ്ഞനുസരിച്ച് നിൽക്കണമെന്ന തികച്ചും വളരെ ദയനീയമായ രീതിയിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ പോലും മടിക്കുന്ന, കേട്ടാൽ അറപ്പ് തോന്നുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഞാൻ നീട്ടി സംസാരിക്കുകയല്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രസ്ഥാനത്തിൽ ഇപ്പോഴുണ്ടായിട്ടുള്ള പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള കാര്യം, KNM-കാർക്ക് തൗഹീദിൽ തെറ്റി എന്ന വാദം ഹുസൈൻ മടവൂരും കൂട്ടരുമാണ് ആദ്യമായി കൊണ്ടുവന്നത്. എന്തിനായിരുന്നു അത് കൊണ്ടുവന്നത്? അവരുടെ ഹദീസ് നിഷേധം മറച്ചു വെക്കാൻ. ആ ഹദീസ് നിഷേധം നമ്മൾ പുറത്തിടുന്നത് പേടിച്ചാണ് അവർ നമുക്കതിൽ ശിർക്കാരോപണം നടത്തിയത്. ആ ശിർക്കാരോപണത്തെ അവർ തുരുപ്പ് ശീട്ടായി ഉപയോഗിച്ചത് 2007 ഏപ്രിൽ മാസം ഇസ്ലാഹി മാസികയിൽ അബ്ദുൽ ജബ്ബാർ മൗലവി അമ്പലക്കടവ് ഫൈസിക്കുന്ന എഴുതിയൊരു മറുപടിയിൽ അദ്ദേഹം പറഞ്ഞൊരു വാചകമാണ്. ഇതാണ് ഇസ്ലാഹ് മാസിക. ഈ ഇസ്ലാഹ് മാസികയിൽ അമ്പലക്കടവ് ഫൈസിയുടെ അതിഗംഭീര ചോദ്യങ്ങൾ എന്ന പേരിൽ അബ്ദുൽ ജബ്ബാർ മൗലവി തുറക്കൽ എഴുതിയൊരു ലേഖനമുണ്ട്. അതിലൊരു വാചകം, പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ, പരിസരത്താരെയും കാണുന്നില്ല, ഇവിടെ എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മനുഷ്യൻ, മലക്ക്, ജിന്ന് ബ്രാക്കറ്റിൽ എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച്, പടപ്പുകളെ എന്നെ സഹായിക്കണം, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായത്തട്ടം അതിലില്ല. ഒരു വാചകം അതാണ്. അപ്പൊ വിജനമായ മരുഭൂമിയാണ്, വഴിതെറ്റി, ആരും കാണുന്നില്ല. അപ്പൊ അയാള് യാ ഇബാദല്ലാഹ് അഈസൂനി, യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് വിളിച്ചു പറഞ്ഞാൽ അതിൽ പ്രാർത്ഥനയില്ല എന്ന്, അഭൗതികമായ സഹായത്തട്ടമില്ല എന്ന്. അതുപോലെ രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തൻ്റെ തൊട്ടടുത്തൊരു ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല, ഒരു മനുഷ്യന്റെ സംസാരം പോലത്തെ സംസാരം, പക്ഷെ ആളെ കാണുന്നില്ല. തൻ്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിൻ്റെ ഉടമ ജിന്നായിരിക്കാമെന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാരണ ബന്ധത്തിനപ്പുറമുള്ളതോ സൃഷ്ടികളുടെ കഴിവിൽപ്പെടാത്തത് തേടുകയോ അല്ല, ആ സഹായാർത്ഥന ശിർക്കുമല്ല. അബ്ദുൽ ജബ്ബാർ മൗലവി ഇത് എഴുതാനുള്ള കാരണം എന്താണെന്നറിയോ? ജിന്നിനെ കുറിച്ചും മലക്കിനെ കുറിച്ചുമുള്ള നിങ്ങളുടെ വിശ്വാസം ഇപ്പോൾ പൊളിഞ്ഞില്ലേ? ജിന്നും മലക്കും അഭൗതിക സൃഷ്ടിയല്ലേ? ജിന്നുകൾക്കും മലക്കൾക്കും അഭൗതിക കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ നിങ്ങളെ തൗഹീദ് പൊളിഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വാദിച്ചപ്പോൾ, അല്ല, ജിന്നും മലക്കും അഭൗതിക സൃഷ്ടികളല്ല, നിങ്ങൾ പറയുന്ന അർത്ഥത്തിലുള്ള അഭൗതിക കഴിവ് അവർക്കില്ല. അഭൗതിക കഴിവ് എന്ന് പറയുന്ന അള്ളാഹുവിന് മാത്രമുള്ള കഴിവാണ്. അതുകൊണ്ട് തന്നെ ഈ രൂപത്തിലൊന്നും വന്നാൽ അതിൽ പ്രാർത്ഥന വരുന്നില്ല. ഹാജറ ബീവി സംഭവം അതാണ് ജബ്ബാർ മൗലവി പറഞ്ഞത്, ആരെയും കാണുന്നില്ല. ഹാജറ ബീവി സഫയുടെ മേൽ കയറി, മറുവയുടെ മുകളിൽ കയറി, ഫലം തറാഹദൻ, ആരെയും കണ്ടില്ല. അപ്പോൾ ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദത്തിന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് അഗിസ്, നിങ്ങൾ എന്നെ സഹായിക്കൂ എന്ന് പറഞ്ഞു. അത് ശിർക്കല്ലാത്തതുപോലെ ഈ പറഞ്ഞ സംഭവം ശിർക്കല്ല. അപ്പൊ ഹാജറ ബീവി സംഭവത്തിന്റെ അടിസ്ഥാനത്തിലും യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിലും ഈ രണ്ട് വാചകങ്ങളും ശിർക്കല്ല എന്നും ലോക സലഫി പണ്ഡിതന്മാർ ഖുബൂരികൾക്ക് മറുപടി കൊടുക്കുന്നത് പോലെ തന്നെയാണ് അബ്ദുൽ ജബ്ബാർ മൗലവി കേരളത്തിലെ EK ഖുബൂരികൾക്ക് മറുപടി കൊടുത്തതെന്നും നമ്മളെല്ലാവരും പറഞ്ഞു. അബ്ദുസ്സലാം സുല്ലമി ഈ ലേഖനം എടുത്തു പിടിച്ച് കണ്ടോ KNM ശിർക്കിലെത്തി എന്ന് വാദിച്ചു. അപ്പൊ നമ്മൾ ഒന്നിച്ച് മറുപടി കൊടുത്തു. ഞാൻ മറുപടി കൊടുത്തു, CP സലീം മറുപടി കൊടുത്തു, അനസ് മൗലവി, അനീഫ് കായക്കൊടി, ബാലുശ്ശേരി എല്ലാവരും ഒന്നിച്ച് മറുപടി കൊടുത്തു. മടവൂരികളെ അതിന് ശിർക്കില്ല. പിന്നീടത് ഖുബൂരികൾ ഏറ്റെടുത്തു. അപ്പോഴും പറഞ്ഞു ഖുബൂരികളെ അതിന് ശിർക്കില്ല. നമ്മൾ തമ്മിൽ തർക്കത്തിലുള്ള ഇസ്തിഗാസ അതിലില്ല. അബ്ദുൽ ജബ്ബാർ മൗലവി സ്റ്റേജിലിരുത്തിക്കൊണ്ട് ഇവരൊക്കെ ന്യായീകരിച്ചു എന്ന് മാത്രമല്ല, നമ്മൾ പ്രാർത്ഥന തൗഹീദ് ചോദ്യങ്ങൾക്ക് മറുപടി എന്ന പുസ്തകം എടുത്തുകൊണ്ട് 1980കളിൽ നമ്മുടെ